എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കർശന നിയമങ്ങളെക്കാൾ മനസ്സലിവും കരുണയുമാണ് ദൈവരാജ്യത്തിന്റെ അടിസ്ഥാന പ്രമാണമെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20:1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന മുന്തിരിത്തോട്ടത്തിന്റെ ഉടമ തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കുന്ന ഉപമയിലൂടെ വ്യക്തമാക്കുന്നു. പ്രഭാതത്തിൽ കുറെ പേരെ ഒരു ദിവസത്തെ കൂലി 1 വെള്ളിക്കാശ് പറഞ്ഞ് സമ്മതിച്ച് ജോലിക്ക് നിയോഗിച്ചു. 3-ാം മണി നേരത്തും 9-ാം മണി നേരത്തും 11-ാം മണി നേരത്തും ചെന്ന് ജോലിയില്ലാതെ മിനക്കെട്ട് നിൽക്കുന്നവരെ കണ്ട് ന്യായമായത് തരാമെന്ന് പറഞ്ഞ് ജോലിക്കാക്കി. വൈകിട്ട് കൂലി കൊടുത്തപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൂലി നൽകി. താമസിച്ചു വന്നവർക്കും അതേ കൂലി കൊടുത്തത് കണ്ട് ആദ്യം വന്നവർ പരിഭവിച്ചു. എന്നാൽ താമസിച്ചു വന്നവർക്കും അതേ കൂലി കൊടുത്തത് എന്റെ മനസ്സാണ്, അതിന് നിങ്ങൾ പരിഭവിക്കേണ്ട എന്ന് ഉടമ പറഞ്ഞു. ക്രിസ്ത്യാനിത്വത്തിന്റെ മഹത്വമാണ് ഈ ഉപമ വെളിവാക്കുന്നത്. എപ്പോൾ ക്രിസ്ത്യാനിയായി എന്നത് ദൈവരാജ്യത്തിന് ഒരു മാനദണ്ഡമല്ല. മുമ്പന്മാരും പിമ്പന്മാരും എല്ലാവരും തുല്യരാണ്. ദൈവം മുമ്പാകെ എല്ലാവരും വിലയേറിയവരാണ്. പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുകയും അതിനനുസരണമായ സംസ്കാരവും വിശ്വാസവും പ്രവൃത്തിയും ജീവിത മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കുവാൻ കഴിയാതെ പോവുകയും ചെയ്താൽ പൗരാണികത്വം അർത്ഥശൂന്യമായി ഭവിക്കും. സത്യം തിരിച്ചറിഞ്ഞിട്ടും അതിനനുസരണമായി ജീവിക്കാതെ അവസാനം വലത്തുഭാഗത്തെ കള്ളനെ പോലെ മാനസാന്തരപ്പെട്ട് സ്വർഗരാജ്യത്തിന് അവകാശിയാക്കാം എന്നതും വെറും വ്യാമോഹമാകും. മരണം അനിശ്ചിതത്വമാകിയാൽ അവസരം ലഭിക്കുമെന്ന് ചിന്തിച്ച് കാലം തള്ളി നീക്കിയാൽ പല പിമ്പന്മാരും മുമ്പന്മാരാകും. എങ്ങനെ ജീവിച്ചാലും ദൈവം കരുണയുള്ളവനാണെന്ന മനോഭാവം ശരിയല്ല. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയെന്ന് ചിന്തിച്ച് പുത്തുവരുത്ത ജീവിതം നയിക്കുന്നത് ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ ലക്ഷണമാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ ജോലി ചെയ്തവർക്കും താമസിച്ചു വന്നവർക്കും ഒരേപോലെ പ്രതിഫലം കൊടുത്തത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യമാണ്. ഇവിടെ എല്ലാവർക്കും അവസരം ലഭിക്കുക എന്നത് അനിവാര്യമാണ്. ജോലിയില്ലാതെ നിന്നവർക്ക് 1 വെള്ളിക്കാശ് കൊടുത്ത് പറഞ്ഞു വിടാമായിരുന്നിട്ടും അവർ അലസന്മാരും മടിയന്മാരും ആകാതിരിക്കാനാണ് യജമാനൻ അവരെ ജോലിക്ക് നിർത്തിയത്. അധ്വാനിക്കാൻ ശേഷിയും മനസ്സും ഉള്ളവർക്ക് ലഭിക്കുന്ന സൗജന്യം അവരെ അലസന്മാരും മടിയന്മാരും ആക്കി തീർക്കുമെന്നത് വലിയ സത്യമാണ്. അധ്വാനിക്കാതെ പണമുണ്ടാക്കാനായി ഇന്ന് കൂടുതൽ ആളുകളും ലോട്ടറി ടിക്കറ്റിനെ ആശ്രയിക്കുന്നു എന്നത് ഒരു നഗ്ന സത്യമാണ്. ദൈവം മടിയന്മാരെ അല്ല അധ്വാനിക്കുന്നവരെയാണ് സഹായിക്കുന്നത് എന്ന ദൈവരാജ്യ സത്യം ഇത് വെളിവാക്കുന്നു. കർത്താവിന്റെ അടുത്ത് വന്ന് സൗഖ്യം പ്രാപിച്ചവരിൽ അധികം പേരും സൗഖ്യപ്രാപ്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കർത്താവ് പറയുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നാണല്ലോ കർത്തൃവചനം. ദൈവത്തോടുള്ള ബന്ധത്തിന്റെ മറ്റൊരു മനോഹര ചിത്രവും ഈ ഉപമയിൽ കാണാം. ഉടമ്പടിയോടുകൂടിയ ദൈവിക ബന്ധത്തിൽ ചോദിക്കുന്ന പ്രതിഫലം മാത്രം ലഭിക്കുന്നു, എന്നാൽ അത് സംതൃപ്തി നൽകുകയില്ല. കൂടുതൽ കിട്ടണമെന്ന മോഹം പിന്നെയും അവശേഷിക്കുന്നു. എന്നാൽ എന്ത് കിട്ടുമെന്ന ചിന്ത കൂടാതെ ദൈവത്തോടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്നവർക്ക് അനുഗ്രഹത്തിന്റെ കിളിവാതിൽ തുറന്ന് മതിയാവോളം അനുഗ്രഹങ്ങളെ ദൈവം വാരിച്ചൊരിഞ്ഞു കൊടുക്കും. ഇന്ന് കാര്യസാധ്യത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന അനേകരെ നമുക്ക് ചുറ്റും കാണാം. അവർക്ക് ദൈവത്തോട് ആത്മാർത്ഥത പുലർത്തുവാൻ സാധിക്കുന്നില്ല എന്ന കാര്യം വിസ്മരിക്കരുത്. കിട്ടുന്നതിൽ സംതൃപ്തിയും സമാധാനവും ഉള്ളവരായി, ദൈവത്തിന് കൊള്ളാവുന്നവരായി ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വിശ്വസ്തയോടെ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അല്പത്തിൽ വിശ്വസ്തന് ദൈവം അധികത്തിന് വിചാരകനാക്കും എന്നുള്ള ബോധ്യത്തോടെ ഏതു പ്രവർത്തന മേഖലയിലായാലും വിശ്വസ്തയോടെ ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്ക് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.